അങ്ങനെ ഭരതനും ശത്രുഘ്നനും മഹർഷിയും മാതാക്കളും പുരവാസികളും പടയും എല്ലാവരും കൂടി വനത്തിലേക്ക് ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലേക്ക് വ്യഗ്രതയോടെ ആനന്ദവിവശരായി പുറപ്പെട്ടു. ശൃംഗിവേരാഖ്യപുരത്തിൽ എത്തി ഭരതൻ പടയോടുകൂടി വരുന്നത് കൊണ്ട് ഗുഹൻ ജാഗ്രതയോടെ ബാണചാപാദി ശസ്ത്രങ്ങളും എടുത്ത് തോണിയിൽ ഭരതൻ്റെ അരികിലേക്ക് പോകുന്നു. ഭരതനെ ചെന്ന് വന്ദിച്ചാൽ അന്തർഗതമറിയാമെന്നാണ് ഗുഹൻ്റെ വിചാരം. ഭരതനെ കാൽക്കൽ വീണു നമസ്കരിക്കുന്നു. ലക്ഷ്മി ഭഗവതിക്കൊഴിഞ്ഞു വേറെ ആർക്കും ആലിംഗനം ചെയ്യാൻ കഴിയാത്ത ശ്രീരാമനെ ഗുഹൻ ആലിംഗനം ചെയ്തത് ഭാഗ്യമാണെന്ന് ഭരതൻ ഗുഹനോട് സന്തോഷത്തോടെ പറയുന്നു. ഭരതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗുഹൻ്റെ സംശയമെല്ലാം നീങ്ങി. ശ്രീരാമൻ്റെ നേർക്കു ഭക്തി പുലർത്തുന്ന അത്യുത്തമനാണ് ഭരതനെന്ന് ഗുഹന് ബോധ്യമായി. ഭരതൻ്റെ വനയാത്ര. ചിത്തേ നിനക്കിതു തോന്നിയാതത്ഭുതം, ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ. സാധുക്കളവും പുകത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും. ശത്രുഘ്നനോടു കൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗന സൈന്യവും. സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദന സാഗം ഉറപ്പെട്ടു. ഭൂമി കീഴർന്നു പൊങ്ങിടും പൊടികളും വ്യോമനീ ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടി ചെന്നു നിന്നു പെരുമ്പട. കേകയപുത്രി സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാലവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരുമിവാരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം
ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനും അന്നേരം ഉത്താപ്യ ഗാഢമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്സമനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തം സ രത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്കനീ ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതീനില്ലൊരു സംശയം മത്സകേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ യവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരീകെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷചേതസ ഭക്തൻ ഭരതനത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ.